ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ചാനലിൽ ഏവർക്കും സ്വാഗതം. ജൂലൈ 21 മുതൽ ജൂലൈ 27 വരെ സമ്പൂർണ്ണ വാരഫലം. ഈ ആഴ്ച മേടക്കൂർ, ഇടവക്കൂർ, മിഥുനക്കൂർ നക്ഷത്രക്കാർക്കും എങ്ങനെ? മേടക്കൂർ അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽഭാഗവും. മേടം രാശിക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളുടേതാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ ആഴ്ച എല്ലാ കാര്യങ്ങളിലും അലസത ഒഴിവാക്കി പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാം. അവരുടെ നീക്കങ്ങളിൽ ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും പദ്ധതിയിലോ ബിസിനസിന്റെ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. ആഴ്ചയുടെ മധ്യത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ സുഹൃത്തിന്റെയോ സഹായത്തോടെ തീരാതെ കിടന്നിരുന്ന് പൂർത്തിയാക്കാൻ സാധിക്കും. ജോലിക്കാരായ സ്ത്രീകൾക്ക് സമയം അനുകൂലമാണ്. പ്രണയ ജീവിതം നയിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടവക്കൂർ കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ പകുതിയും. നിങ്ങളെ ഈ ആഴ്ച ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കണം. ഈ ആഴ്ച ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ടാകും. അതുകൊണ്ടുതന്നെ ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നുചേരാനിടയുണ്ട്. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാനിടയുണ്ട്. ചെറുകിട വ്യാപാരികൾക്ക് ആഴ്ചയുടെ തുടക്കം അനുകൂലമായി കാണുന്നു. മുൻകാല നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭം ഈ ആഴ്ച നിങ്ങളെ തേടിയെത്തുന്നതാണ്. പ്രണയ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവിടാൻ അവസരമുണ്ടാകും. പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ആഴ്ചാവസാനം യാത്രകൾ ഉണ്ടാകും. മിഥുനക്കൂറ് മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർത്തത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും. മിഥുനം രാശിയിലുള്ളവർക്ക് ഈ ആഴ്ച സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടിവരും. സാമ്പത്തിക ചെലവുകൾ സൂക്ഷിച്ചു നടത്തുക. ആഴ്ചയിലുടനീളം സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കും. പിതാവിന്റെ മോശം ആരോഗ്യം ഓർത്ത് മനസ്സ് ആശങ്കാകുലമായിരിക്കും. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ജാഗ്രത വേണം. എതിരാളികൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താനിടയുണ്ട്. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ശരിയായ ദിശയിൽ പരിശ്രമം നടത്തുക. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ നേട്ടമുണ്ടാകും. നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. പ്രണയബന്ധങ്ങളിൽ പങ്കാളിയുടെ വികാരങ്ങൾ അവഗണിക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും പങ്കിടുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നമസ്കാരം.